ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ട് അതുപോലെ തന്നെ കുക്കറിൽ വെക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യമായി ഞാനിവിടെ ഒരു കുക്കർ നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1.5 സ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തതിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ചെറിയ സിമ്മിലേക്ക് തീനിയാക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഏലക്കായ, പെരിഞ്ജീരകം, തക്കോലം അതുപോലെയുള്ള എല്ലാ സ്പൈസസും, അതുപോലെ തന്നെ കുറച്ച് 2-3 പീസ് ബേ ലീഫും കൂടി, അതായത് ഒരു ബേ ലീഫ് മുഴുവനായിട്ട് കഷ്ണിച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഭാഗം സവോളയാണ് കേട്ടോ, അത് നല്ല തിന്നായിട്ട് അരിഞ്ഞതും, പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക്, എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്, അത് നടുകീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 സ്പൂണോളം ഇഞ്ചി ചതച്ചും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് വിട്ട് കഴിയണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പിനുള്ള റൈസാണ് വെക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്ന റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വെട്ടി തിളയ്ക്കണ വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അരി കഴുകി അതൊന്ന് കുതിരാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം കുതിരാൻ വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ക്യാരറ്റും കൂടി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് അരി എടുക്കുകയാണെങ്കിലും ആ അരിയുടെ അനുസരിച്ച് നമ്മൾ കുതിർക്കുന്നതിൻ്റെ ടൈമിൽ ചെറിയ വ്യത്യാസം വരുത്തണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോൾ അരി പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒറ്റ വിസിലാണ് നമ്മൾ എടുക്കണുള്ളൂ. ആ ഒരു വിസിലെടുക്കാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് ആയിട്ട് കളയണവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതേ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നല്ല തിന്നായിട്ട്, വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇതളുകളൊന്ന് വിട്ടു പോകാനായിട്ട് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിനോടൊന്ന് വിട്ട് നല്ല രീതിയിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തിന്നായിട്ട് അരിയുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റണ രീതിയിൽ എത്രയോ തിന്നായിട്ട് എടുക്കാൻ പറ്റണമെന്ന് വെച്ചാൽ അത്രയ്ക്കും തിന്നായിട്ട് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം. ഈ ടൈം കൊണ്ട് തന്നെ ഒറ്റ വിസിലും പിന്നെ ആ ഒരു എയർ ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുറന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 സ്പൂണോളം നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ കിടക്കണം ചോറിനെ, കുക്കറിന് മുകളിൽ കിടക്കണം ചോറിന് വേണം നമ്മൾ ആദ്യം ഇതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇടാനായിട്ട്. എല്ലാം കൂടി ഇളക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ, അതായത് മുകളിൽ കിടക്കുന്ന ചോറിൻ്റെ പകുതിയോളം നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി, ബാക്കി പകുതി ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇട്ടിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാ ചോറും ഞാനിവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ബാക്കിയുള്ള സവോളയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അടി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ മേലെ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച പാത്രം കയറ്റി വെച്ചിട്ട് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്കങ്ങനെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ.